ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ പിന്നിലാണ് എന്നുള്ളതാണ് ദില്ലി തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളുടെ സ്വഭാവവും ബി ജെ പിയുടെ തന്ത്രവും ഏശി എന്നുള്ളതാണോ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്? ആം ആദ്മിയുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി അതിഷി ഇവരൊക്കെ തന്നെ പിന്നിലാണ്. അതോടൊപ്പം തന്നെ മാൽവ്യ നഗറിൽ സോംനാഥ് ഭാരതിയും ഇപ്പോൾ പിന്നിലായിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആം ആദ്മിയുടെ പ്രമുഖ നേതാക്കളൊക്കെ പിന്നിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ദില്ലിയിൽ ഏറെക്കുറെ വിജയിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തവണ ബി ജെ പി ദില്ലി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 45% വരുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗത്തിന്റെ വോട്ടുകൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി പ്രചരണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ നികുതി വർദ്ധിപ്പിച്ചതടക്കമുള്ള പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ പേ കമ്മീഷൻ, 8ാം പേ കമ്മീഷൻ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും മധ്യവർഗത്തെയും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ, നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ലക്ഷ്യം കണ്ടു എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതാണ് ഈ തുടക്കത്തിലെ ട്രെൻഡിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും